അള്ളാഹു അല്ലാത്തതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക, അതിൽ നമുക്ക് മോഹങ്ങളും വ്യാമോഹങ്ങളും ഉണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തത് നമ്മൾ ഭയപ്പെടുക. ഈ വ്യാമോഹവും പ്രതീക്ഷയും ഭയവും മുഴുവൻ നമ്മൾ യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കേണ്ട അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാണ് ഞാൻ 5 പോയിന്റ് ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കണം. ഒന്ന്, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഖാലിഖ്, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ്, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുദബ്ബിർ, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഹാക്കിം, അഥവാ ശരിയും തെറ്റും നമുക്ക് നിർണയിച്ചറിയേണ്ടവൻ, അവനാണ് ഈ പ്രപഞ്ചത്തിൽ നന്മയും തിന്മയും ഖൈറും ഷറും നമുക്ക് നൽകുന്നവൻ. ഈ 5 കാര്യത്തിൽ പരമമായി നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് തൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് നമ്മൾ പ്രവാചകന്മാരുടെ കാലഘട്ടം മൊത്തം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ 3-4 സൈസ് ആളുകളെ കാണാനുണ്ട്. അതിൽ ഒന്ന് വിശ്വാസികളാണ്, മറ്റൊന്ന് നാസ്തികളാണ്, മൂന്നാമത്തേത് സംശയാലുക്കൾ, അഗ്നോസ്റ്റിക് എന്ന് പറയുന്ന സംശയാലുക്കളാണ്. എല്ലാ കാലഘട്ടത്തിലും കുറെ ആളുകൾ സംശയാലുക്കളായിരിക്കും. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം? ആലോചിച്ചു എത്തും പിടിയും കിട്ടുന്നില്ല. അവരുടെ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നിരാകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത്രയും അത്യത്ഭുതകരമായ ഈ പ്രപഞ്ചത്തിന്റെ മഹാസംവിധാനത്തിന്റെ പിന്നിൽ ഒരു ഡിസൈനർ എന്ന് പറയുന്നത്, അവരതിനെങ്ങനെ ഡിസൈനർ എന്നാണ് പറയുക, ഒരു മുസവ്വിർ, ഒരു ഡിസൈനർ, ഖാലിഖുൽ ബാരിഖുൽ മുസവ്വിർ. അവനാണ് ഖാലിഖ്, അവനാണ് ബാരി, രൂപകൽപ്പന ചെയ്തവൻ, അവനാണ് മുസവ്വിർ, അതിന് എല്ലാവിധ രൂപങ്ങളും ഭാവങ്ങളും രൂപങ്ങളും സൂറത്ത് നൽകിയവൻ അവനാണ്. ആ സൃഷ്ടികർമ്മം പൂർത്തീകരിക്കുകയും അതിനാവശ്യമായ സൂറത്തുകൾ, നമുക്ക് നമ്മുടെ ഈ മനോഹരമായ സൂറത്ത് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്കൃഷ്ടമായ അഹ്സനു തഖ്വീമിലാണ് നമ്മളെ മാത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ രൂപം എന്ന് പറയുന്നത് മനുഷ്യന്റെ രൂപം. അപ്പൊ ഈ ഡിസൈനർ എന്ന് പറയുന്നത് ഇല്ലാതെ എങ്ങനെ ഉണ്ടാവുക? ഇതാണ് പറയുന്നത്. തിരിച്ച് എങ്കിൽ ആ ഡിസൈനർ എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യം ചെയ്യുന്നവർ വീണ്ടും പ്രഭാതത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് അവരെ അഗ്നോസ്റ്റിക്, സംശയാലുക്കൾ. നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇന്നും ആളുകളുണ്ട്. നമ്മുടെ കാരശ്ശേരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാം, എം എൻ കാരശ്ശേരി, ഞാനൊരു അഗ്നോസ്റ്റിക് ആണ് എന്ന് വെച്ചാൽ ഞാൻ നിരാകരിക്കുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല. അംഗീകരിക്കാൻ ആവശ്യമായ ഒരു ലോജിക് എന്റെ മുമ്പിൽ കാണുന്നില്ല, നിരാകരിക്കാൻ ആവശ്യമായ ഒരു ധൈര്യവും എനിക്ക് വരുന്നില്ല. നിരാകരിച്ചാൽ പിന്നെ ഇതിന്റെ പിന്നിൽ എന്ത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കും. അതിന്റെ മുമ്പിൽ എനിക്ക് ഉത്തരമില്ല. അംഗീകരിച്ചാൽ അതിന്റെ ലോജിക് ആളുകൾ ചോദിക്കും, അതിന്റെ മുമ്പിൽ എനിക്ക് ഉത്തരമില്ല. ഈ രണ്ടിന്റെയും ഉത്തരം പറയാൻ പറ്റാത്ത ആളുകൾ സ്വീകരിക്കുന്ന ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ അഗ്നോസ്റ്റിക്കുകളാണ്, സംശയാലുക്കളാണ്. ഇന്ന് ലോകത്ത് ധാരാളം ആളുകളുണ്ട്. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും കുറെ അധികം ആളുകളെ അഗ്നോസ്റ്റിക്കുകളായിരുന്നു. പിന്നെയുള്ളത് എത്തീസ്റ്റുകളാണ്, നിരീശ്വരവാദികൾ. ശുദ്ധ നിരീശ്വരവാദികൾ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും കുറവാണ്. ശുദ്ധ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരാൾക്ക് അങ്ങനെ ആകാനേ കഴിയില്ല, പൂർണ്ണമായും ആകാം. അപ്പോഴും 1000 ചോദ്യങ്ങളുടെ മുമ്പിലേക്ക് വരും. പിന്നെ അന്ധമായ നിരീശ്വരവാദം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർ എല്ലാ കാലഘട്ടത്തിലും കുറവാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അഭിമുഖീകരിച്ചത് ഈ അഗ്നോസ്റ്റിക്കുകളെയോ എത്തീസ്റ്റുകളെയോ ആയിരുന്നില്ല. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അഭിമുഖീകരിച്ചത് മുശ്രിക്കുകളെയായിരുന്നു. കാഫിറുകളെക്കാൾ കൂടുതൽ മുശ്രിക്കുകളായിരുന്നു. കാഫിർ എന്ന് വെച്ചാൽ നിരാകരിക്കുന്നവരാണ്. അറിഞ്ഞിട്ട് നിരാകരിക്കുന്നവരും അറിയാതെ നിരാകരിക്കുന്നവരുമുണ്ട്. അറിഞ്ഞു നിരാകരിക്കുന്നവരുമുണ്ട്, അറിയാതെ നിരാകരിക്കുന്നവരുമുണ്ട്. അറിഞ്ഞതിന് ശേഷം നിരാകരിക്കുമ്പോൾ നമ്മൾ കാഫിർ എന്ന് പറയും, അറിയാതെ ഒരാൾ നിരാകരിക്കുമ്പോൾ അവൻ നമ്മൾ എത്തീസ്റ്റ് എന്ന് പറയും. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ പ്രവാചകന്മാർ അഭിമുഖീകരിച്ച യഥാർത്ഥത്തിൽ മുശ്രിക്കുകളായിരുന്നു, ഷിർക്കിനെയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം അനുയായികളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അദ്ദേഹം വളരെ ശക്തമായ തൗഹീദ് പ്രബോധനം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി കടൽ കടന്ന്, ചെങ്കടൽ പുലർന്ന്, അപ്പുറേ കടന്ന് അവിടെ ചെന്ന് പോകുന്ന വഴിക്കാണ് ശാമിരി പശുക്കുട്ടിയെ പൂജിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഇതേമാതിരി കുറെ ഇലാഹുകളെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താന്ന് പറയുന്നു. ആരോടായപ്പോഴും മൂസാ നബിയോട്. ആ മഹാനായ മൂസാ നബി സമർപ്പിക്കുന്ന ഇലാഹ് ഇത്രയും അത്ഭുത കർമ്മങ്ങൾ കാണിച്ചു കൊടുത്തു. ചരിത്രത്തിൽ അത്രയും അത്ഭുത കർമ്മങ്ങൾ കാണിച്ചു കൊടുത്തത് മക്കന്നാഹും ഫിൽ അർളി മാ ലം നമക്കില്ലഹും വഅർസൽന സമാഅലൈഹിം മിദ്റാറ. ഇത് ഖുർആൻ പറയുന്നത്. മക്കന്നാഹും ഫിൽ അർളി മാ ലം നമക്കില്ലഹും,
ലോകത്തൊരു ജനതയ്ക്കും കാണിച്ച് ചെയ്തു കൊടുക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ ലോകത്ത് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഒരു ജനതയാണ് ബനൂ ഇസ്രായേൽ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തൊരു ജനതയും ചെയ്യാത്ത കൊടും വഞ്ചനയും ചതിയും ക്രൂരതയും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമുദായം അതേ ബനൂ ഇസ്രായേൽ തന്നെയാണ്. ഇന്നും ലോകം അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതെന്റെ വിഷയമല്ല. ഈ ഭയാനകമായ ഫറോവയുടെ മുമ്പിൽ വെച്ച് ഈ മന്ത്രവാദികൾ മുഴുവൻ പരാജയപ്പെട്ടു. അവർ പറഞ്ഞു, ആമൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യും കാലും മുറിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ പോലും എന്ത് വേണമെങ്കിലും നീ വിധിച്ചോളൂ, നമുക്കൊരു പ്രശ്നവുമില്ല. നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്നത്തെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തോട് പറയുന്നത് മാതിരി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളെ ബോംബിട്ട് കൊല്ലുക എന്നത് മാത്രമാണ്. നീയും ഞാനും ആ ലോകരക്ഷിതാവിന് മുമ്പിൽ ഹാജരാകേണ്ടതാണ്. അപ്പോൾ നമുക്ക് പറയാം എന്ന കാഴ്ചപ്പാടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചെറിയ കരുത്തല്ല. ഈ അടിയുറച്ച തൗഹീദ് നൽകുന്നത് ഒരു ചെറിയ കരുത്തല്ല. ഫറോവയോടാണ് പറയും, ഇതുവരെയും റബ്ബുക്കുമുൽ അഅ്ല, ഞങ്ങൾ നിന്റെ അത്യുന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ വേണമെങ്കിലും കൊല്ലാനും വധിക്കാനും എന്ത് ചെയ്യാനും അധികാരമുള്ള, നിന്നെ ഈത്തപ്പനയിൽ തറയ്ക്കും, കൈകാലുകൾ പരസ്പര വിരുദ്ധമായി മുറിച്ചു കളയും എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടാണ് അവർ പറയുന്നത്. ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തുതരാൻ വേണ്ടി. നിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മഹാനായ അള്ളാഹുവിന്റെ ദൈവദൂതനായ അള്ളാഹുവിന്റെ പ്രവാചകനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ മന്ത്രവാദം മുഴുവൻ ഈ കൊട്ടാരത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് നിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. അതൊരു വലിയ തെറ്റാണ്. അതിനും ഞങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ആലോചിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ഭയങ്കരമായ അത്ഭുതം ഈ പരിവർത്തനം. ഇതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് അവരെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പോകുന്നു. സമുദ്രത്തിന് മുമ്പിലെത്തിയപ്പോൾ ഇന്നാല മുദ്റക്കൂൻ കാലൂ യാ മൂസ ഇന്നാല മുദ്റക്കൂൻ, മൂസാ മുദ്റക്കൂൻ, ഞങ്ങളിതാ വളയപ്പെട്ടിരിക്കുന്നു, ഞങ്ങളിതാ കുടുങ്ങിയിരിക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ ചെകുത്താനും കടലിനും മത്തി എന്ന് പറയുന്ന രൂപത്തിൽ മുമ്പിൽ കടൽ, പുറകിൽ ചെകുത്താൻ, ഫറോവ ഫിർഔൻ കുടുങ്ങിയിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞെന്താണ്? ലാ തഹ്സൻ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഇന്ന മഅയ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. ഇന്ന മഅയ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. പ്രവാചകൻ ഹിജ്റ വരികയാണല്ലോ. പ്രവാചകൻ ഖൗറിൽ ഇരുന്നപ്പോൾ പറഞ്ഞില്ലേ, ഇതാ ഇപ്പോൾ നമ്മളെ കാണും എന്ന് പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ. ഈ രണ്ട് ആയത്തുകൾ വെച്ചുകൊണ്ട് മുഫസ്സിറുകളുടെ ഒരു രസകരമായ ഒരു വിശദീകരണം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ, അല്ലാഹുവിനെ ആദ്യം പറഞ്ഞതിന് ശേഷം മഅനാ എന്ന രണ്ടാമതാണ് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ ഇന്ന മഈ, എന്നോടൊപ്പം എന്നത് ആദ്യം പറയുകയും അല്ലാഹുവിനെ പുറകോട്ടാക്കുകയും ചെയ്തു എന്ന ഒരു നിരൂപണം മുഫസ്സിറുകൾ നടത്തുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രയോഗത്തിന്റെ വ്യത്യാസവും റസൂലിന്റെ പ്രയോഗത്തിന്റെ വ്യത്യാസവും എന്ന് വെച്ചാൽ, റസൂലിന്റെ പ്രയോഗം ഏറ്റവും ആദ്യം ഉയർത്തുന്നത് ഇന്നല്ലാഹ്, എന്നോടൊപ്പം എന്നുള്ള രണ്ടാമതാണ് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാം ഇന്ന മഅയ റബ്ബി, എന്നോടൊപ്പം റബ്ബ് രണ്ടാമത് പറഞ്ഞു. അള്ളാഹു റസൂൽ അള്ളാഹിന്റെ പേര് ആദ്യം പറഞ്ഞു. വിശ്വാസമല്ല, ഞാനൊരു പണ്ഡിതന്മാരെ അത്രക്ക് സൂക്ഷ്മമായിട്ടാണ് മുഫസ്സിറുകൾ ഈ പ്രയോഗങ്ങളെ പോലും വ്യാഖ്യാനിക്കുന്നതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ മൂസാ നബിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ധൈര്യവും കരുത്തും ആർക്കുണ്ടായിരുന്നു? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ധരിപ്പിക്കാവുന്ന രൂപത്തിൽ മൂസാ നബിക്ക് കരുത്ത് കുറവാണ് എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്നോടൊപ്പം സയഹ്ദീൻ, എനിക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ ചെങ്കടൽ പിളരുകയാണ്. തരീഖൻ ഫിൽ ബഹരി യബസൻ, ഉണങ്ങിയ ഒരു വഴി, ഉണങ്ങിയ വഴിയാണ്, ഒരു രാജമാർഗം. ആരാണ്ട് പറഞ്ഞമാര് വേലിയേറ്റവും വേലിയിറക്കവും കണ്ട് വടി കുത്തിപ്പിടിച്ച് കടന്നുപോയതൊന്നുമല്ല. 10-16 ലക്ഷത്തോളം ആളുകളെന്നാണ് ഇബ്നുൽ ചരിത്രകാരന്മാർ പറയുന്നത്. അവരുടെ സർവ്വസന്നാഹങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനെയാണ് ഗ്രേറ്റസ്റ്റ് എക്സോഡസ്, ലോകത്തിലെ ഏറ്റവും മഹത്തായ പലായനം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ്
മഹാപലായനം എന്ന് ചരിത്രം പറയുന്നു. ഹിജറ വരികയാണ്. ഇതിനെപ്പറ്റി ഞാൻ വേറെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാപലായനമായിരുന്നു അത്, മഹാഹിജറയായിരുന്നു അത്. ആ ഹിജറ കണ്ണുകൊണ്ട് കാണുകയാണ്. വലിയ രണ്ട് പർവ്വതങ്ങളെ പോലെ വെള്ളം മാറിയിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയി വ്യാഖ്യാനിച്ച് വേലിയേറ്റവും വേലിയിറക്കവുമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹമൊക്കെ തിരുത്തി. അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വലിയ മഹാപണ്ഡിതനാണ് കേരളത്തിലെ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഞാൻ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തുടക്കത്തിലെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഈ രൂപത്തിൽ ചില അബദ്ധങ്ങൾ കടന്നുകൂടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ വിശ്വാസ്യത കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കുറഞ്ഞുപോയി എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥ അദ്ദേഹം അനുഭവിച്ചു. അപ്പോ അതല്ല എന്റെ വിഷയം, ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ തൗഹിദാണ് രണ്ട് പർവ്വതത്തെ പോലെ ഇത്രയും കാഴ്ച കണ്ട് അക്കരെ കടന്നതിന് ശേഷവും പശുക്കുട്ടിയെ കണ്ടപ്പോൾ അവർ പറയുകയാണ് ഉടനെ അങ്ങോട്ട് തിരിച്ചുപോയി, അവരുടെ ഷിർക്കിലേക്ക് അവർ തിരിച്ചുപോയി. അപ്പൊ ഷിർക്കിന്റെ കരുത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും തൗഹീദിന്റെ ഉജ്ജ്വലമായ അധ്യായം കണ്ടവരും അക്കരെ ചെന്നൊരു പശുക്കുട്ടിയെ കണ്ടപ്പോൾ അവർക്കുള്ളതുപോലെ ആ ഇലാഹിനെ ഞങ്ങൾക്കും ഉണ്ടാക്കിത്ത ഈ ഇലാഹ് പോരെ അവർക്ക്, ഈ ഇലാഹ് പോരെ. ഈ മന്ത്രവാദികളെ മുഴുവനും പരാജയപ്പെടുത്തി മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി മുഴുവൻ ഒറിജിനൽ പാമ്പായി മറ്റതിനൊക്കെ വിഴുങ്ങിക്കളഞ്ഞ കാഴ്ച അവർ കണ്ടുകൊണ്ട് കണ്ടതല്ലേ? എന്നിട്ട് ഫറോവയുടെ ഭീഷണിയെപ്പോയി പണി നോക്കെന്ന് പറഞ്ഞല്ലേ അവർ? എന്നിട്ട് സമുദ്രം കടന്ന് കടന്നുപോയതല്ലേ അവർ? അപ്പൊ ഞാൻ പറയുന്നുണ്ടാന്ന് ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാലും മനുഷ്യ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദുർബല മനസ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ദുർബല മനസ്സിലേക്ക് ഏത് സമയത്തും ശിർക്ക് കടന്നു വരാം. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ശിർക്ക് ദുർബല മനസ്സിലേക്കാണ് കടന്നു വരിക. ദുർബല മനസ്സിലേക്കാണ് കടന്നു വരിക. അത് വ്യാമോഹമായിട്ടും ഭീഷണിയായിട്ടുമാണ് കടന്നു വരിക. അല്ലെങ്കിൽ അവർക്കൂടെ പശുക്കുട്ടിയുടെ കാര്യം എന്തായിരിക്കും? അതിന് മുമ്പ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പശുക്കുട്ടി എന്ത് ചെയ്യാൻ? ആ പശുക്കുട്ടിയാണോ ഒരു കടന്നു വളർന്നു കൊടുത്തത്? അന്ന് മുതൽ ഈ പശു ഉണ്ടല്ലോ, പശു അന്ന് മുതലുണ്ട്. പശു എന്ന് പറയുന്ന ചരിത്രത്തിലെ ശിർക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ്. മക്കയിലെ മുസ്ലിങ്ങൾ എന്താ പറഞ്ഞത്? മുഹമ്മദേ, താങ്കൾ പറയുന്നമാര് ഞങ്ങൾ ഇവരെയൊന്നും ആരാധിക്കുകയല്ല, ഇതൊന്നും ഞങ്ങളുടെ ദൈവങ്ങളെ അല്ല, ഞങ്ങൾക്കറിയാം. കാരണം മക്കയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ പിതാവിന്റെ പേര് തന്നെ അബ്ദുള്ള എന്നാണല്ലോ. അബൂബക്കർ സിദ്ദീഖിന്റെ പേര് പിന്നീട് കൊടുത്ത പേരൊന്നുമല്ല, നേരത്തെ ഉള്ള പേര് തന്നെയാണ്. പലരുടെയും പേരുകൾ തന്നെയാണ്. അവർ കഅബയിൽ ഹജ്ജ് നിർവഹിച്ചിരുന്നു, അവർ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളായിരുന്നില്ല മക്കയിലെ മുശ്രിക്കുകൾ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മക്കയിലെ മുശ്രിക്കുകൾ ആരും നിരീശ്വരവാദികളായിരുന്നില്ല. പ്രവാചകനെ ഒരു നിരീശ്വരവാദിയുമായി തർക്കിക്കേണ്ടി വന്നിട്ടില്ല. ഒരു നിരീശ്വരവാദിയുമായിട്ടുള്ള തർക്കം നമ്മൾ അലി ഇബ്നു അബീ താലിബിന്റെ മായിട്ടുള്ള തർക്കമാണ് നമ്മൾ കാണുന്നത്. ഒരു ശുദ്ധ എത്തീസ്റ്റുമായി നടത്തുന്ന തർക്കം അലി ഇബ്നു അബീ താലിബുമായിട്ടാണ്. പ്രവാചകന്റെ ശത്രുക്കൾ ആരും നിരീശ്വരവാദി അബൂ സുഫിയാൻ, അബൂ ജഹലോ, അബൂ ലഹബോ അവരൊന്നും നിരീശ്വരവാദികളായിരുന്നില്ല. അവരൊക്കെ വിശ്വാസികളായിരുന്നു. അവരെന്താ പറഞ്ഞത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ചില പ്രതീകങ്ങൾ, ഉപകരണങ്ങൾ ഒന്ന് തള്ളിക്കൊടുക്കുക. ഞങ്ങൾക്ക് സ്വയം അങ്ങോട്ട് വലിഞ്ഞു കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു ഏണി നമുക്ക് വെച്ചു തരിക. അള്ളാഹു ഏതോ അത്യുന്നതമായ കേന്ദ്രത്തിൽ ഇരിക്കുന്നവനാണ്. അള്ളാഹുവിൽ അവർക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ആരാണ് ഈ ഭൂമി മഴ വർഷിക്കുന്നത്? അള്ളാഹു തന്നെ കാലു, മഴ വർഷിപ്പിക്കുന്ന അള്ളാഹു തന്നെയാണ്. ആരാണ് അഗ്നി ഈ രൂപത്തിൽ ഈ വൃക്ഷങ്ങൾ സൃഷ്ടിക്കുകയും ഈ അഗ്നി ഉണ്ടാവുകയും ചെയ്തതാരാണ്? അതിനും അവർ പറയുന്നത് അള്ളാഹു തന്നെയാണ്. ആരാണ് നിങ്ങളെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും? അത് അള്ളാഹു തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കുന്ന അള്ളാഹു തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മക്ക മുശ്രിക്കുകൾക്ക് ഒന്നാമത്തെ പോയിന്റിൽ അള്ളാഹു ഏകനാണ് എന്നതിൽ വിശ്വാസമുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് എന്നതിൽ വിശ്വാസമുണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ് മുദബ്ബിറാണ് എന്ന കാര്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്നു, മൻ ഖലഖ സമാവാതി വൽ അർളി യഖൂലുന്ന അല്ലാഹ്,
ആരാണ് ഈ ആകാശങ്ങളിലേക്കുള്ള മൻസഖറ ശംസ വൽ ഖമർ, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന യഖൂലുനല്ലാഹ്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ മറുപടിയാണ്. 4ലും 5ലുമായിരുന്നു അവർക്ക് തർക്കമുണ്ടായിരുന്നത്, 3ൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 3ൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല മക്ക മുശ്രിക്കുകൾക്ക്. 1ലും 2ലും 3ലും അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൂര്യനെ ചലിപ്പിക്കുന്നതും ചന്ദ്രനെ ചലിപ്പിക്കുന്നതും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും മഴ വർഷിക്കുന്നതും ഇതെല്ലാം അല്ലാഹു തന്നെയാണ്. ആരാണ് ഈ വൃക്ഷങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത്? അല്ലാഹു തന്നെയാണ്. ഈ വൃക്ഷങ്ങളിൽ കൂടി നിങ്ങൾ അഗ്നി ഉണ്ടാക്കി തരുന്നവരാണ് അല്ലാഹു തന്നെയാണ്. ഖുർആനിൽ ആവർത്തിച്ച് കാണാൻ കഴിയും ലേഖൂലുന്നല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ തൗഹീദ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിലും അതിനെ സംരക്ഷിക്കുന്നതിലും മാത്രമല്ല അതിന്റെ തൗഹീദ്. അതിന്റെ അപ്പുറത്തേക്ക് 3-4 പോയിന്റ് അതിൽ കേന്ദ്രീകരിച്ചാൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന തർക്കം ഈ 4ഉം 5ഉമാണ്. യുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഞങ്ങൾക്ക് നേരിട്ട് പോയി പറയാൻ കഴിയില്ല. അല്ലാഹു അരൂപനാണ്, അല്ലാഹു അജ്ഞാന ലോകത്തിരിക്കുന്നവനാണ്, അവനെ നേരിട്ട് കാണാനോ കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ റിക്വസ്റ്റുകൾ, അപേക്ഷകൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഹോട്ട്ലൈൻ ഞങ്ങൾക്ക് വേണം. ഷിർക്കിന്റെ തുടക്കം അവിടെ നിന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരു ഹോട്ട്ലൈൻ. അതിന് ഈ ലോകത്ത് അല്ലാഹുവിന്റെ പ്രതീകങ്ങളും പ്രതിപുരുഷന്മാരും വേണം. ഈ പ്രതീകങ്ങളും പ്രതിപുരുഷന്മാരും എന്നതാണ് ഷിർക്കിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇസ്ലാം പാടെ നിരാകരിക്കുന്നതും ഈ പ്രതീകങ്ങളെയും പ്രതിപുരുഷന്മാരെയുമാണ്. ഞങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാവുമ്പോൾ എത്തിച്ചു കൊടുക്കണം. അതിന് ഞങ്ങൾ ചില വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ഞങ്ങൾ നാറുകേട് പറയുമ്പോൾ ആ വിഗ്രഹങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. യുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അല്ലാഹുവിലേക്ക് ഒരു അല്പവും എത്തിക്കും. ഞങ്ങളുടെ വിഷമം പോയി പറയുമ്പോൾ അവിടെ എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു മധ്യവർത്തി, ഒരു ഇടയാളൻ. ഈ മധ്യവർത്തി എന്ന് പറയുന്ന ഈ പ്രയോഗം അല്ലാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തി. പ്രത്യേകം മനസ്സിലാക്കണം, മധ്യവർത്തി. ഈ മീഡിയേറ്റർ എന്ന ഈ പോയിന്റിൽ നിന്നുമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഷിർക്ക്. അതുകൊണ്ടാണ് ഇത്രയുമൊക്കെ കണ്ടിട്ട് മാത്രമല്ല ഷിർക്കിന്റെ കരുത്തെന്ന് പറയുന്നത്. ഇത്രയുമൊക്കെ കണ്ടിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ മധ്യവർത്തി, ഞങ്ങൾക്കൊരു ഇലാഹു വേണം. മക്ക മുശ്രിക്കുകൾ പറഞ്ഞ എന്ത് തന്നെയാണ്? ഞങ്ങൾക്ക് അവസാനം അവരെന്ത് സംഭവിച്ചു? ലാത്ത മനാത്ത ഉസ്സ 3 നീ അംഗീകരിച്ചാൽ ഞങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കാം എന്ന് പറയുമ്പോൾ ഒരു കോംപ്രമൈസിലെത്തി. ബാക്കിയൊക്കെ തള്ളിക്കളയാം. ലാത്ത മനാത്ത ഉസ്സ, ഈ പ്രധാനപ്പെട്ട 3 ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട 3. ആ പ്രധാനപ്പെട്ട 3 ഒരു കോംപ്രമൈസ് എടുത്തുക. അതിനെ പ്രവാചകരെ താങ്കൾ അംഗീകരിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന ഒരു കോംപ്രമൈസ് വരെയും നബിയുടെ മുമ്പിലേക്ക് വെച്ചു. ഖുർആൻ തന്നെ പറയുന്നു, വൈകാദൂന യഫ്തിനൂനക അനില്ലദി ഔഹൈനാ ഇലൈക, നിനക്ക് നമ്മൾ വഹി അറിയിച്ച അടിസ്ഥാനവും സംശുദ്ധമായ തൗഹീദിൽ നിന്നും നിന്നെ വ്യതിചലിപ്പിക്കാനുള്ള എല്ലാ ചതുരുപായങ്ങളും അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഭയങ്കര സംഘർഷമാണ്, ഭയങ്കര കലാപമാണ്, വലിയ കൊലപാതകങ്ങളും വെട്ടും കുത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, ശിഥിലമായിരിക്കുന്നു, ബഹിഷ്കരണവും പ്രശ്നങ്ങളും ഒക്കെ നാട് മുഴുവൻ ഫിത്നയും വ്യാപകമായിരിക്കുന്നു. ഇതെല്ലാം മാറി സമാധാനം വരണമെങ്കിൽ അമേരിക്ക ഇറാനോട് പറയുന്നത് മാറി ആ യുറേനിയം നമ്മുടെ കയ്യിലേക്ക് പാക്ക് ചെയ്തും കൊണ്ട് വാഷിംഗ്ടണിലേക്ക് അയക്കൂ എന്ന് പറയുന്നത് മാതിരി നിങ്ങൾ ഈ 3 അംഗീകരിക്കൂ. 3 അംഗീകരിക്കാൻ പ്രവാചകൻ സന്നദ്ധനായി എന്നുള്ള അർത്ഥത്തിലല്ല. അവിടം വരെയും മാനസികമായ സമ്മർദ്ദത്തിൽ പ്രവാചകനെ കൊണ്ടുപോയി എത്തിച്ചു. ഇതൊന്നും അറിയാത്ത നിഷ്പക്ഷനായ ആൾക്ക് ഇത് ശരിയാണല്ലോ, 33 കോടി ദൈവങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ 3 അംഗീകരിക്കാനല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. ആ 3 മുകളിലുള്ള വലിയ പ്രതീകമായി ദൈവമായി അല്ലാഹുവിനെ ഞങ്ങൾ അംഗീകരിക്കാം. അപ്പോഴും അവർക്ക് ലാത്ത മനാത്ത ഉസ്സയെ കൈവിടാൻ കഴിയില്ല. അവർക്ക്. സൂറത്തുൽ നജ്മ് ആയത്തിറങ്ങിക്കുന്ന പ്രവാചകൻ സുജൂദ് ചെയ്തു. ആ സുജൂദിനെ പറ്റി പോലും പിന്നീട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. അഫറഅയ്തല്ലാത വൽഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റ അലക്കും ദക്റ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും ആബാഉക്കും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ.
ഇൻഹിയ അസ്മാഉൻ സമ്മൈതുമുഹ, ഇത് നിങ്ങൾ പേര് പറയുന്ന വെറും പേരുകൾ മാത്രമാണ്. ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ റബ്ബും പറയുന്ന പേരുകൾ മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തആല ലാത്തയ്ക്കും മനാത്തയ്ക്കും ഉസ്സയ്ക്കും യാതൊരുവിധ അധികാരം നൽകിയിട്ടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, കാരണം അധികാരം അല്ലാഹുവിന് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് ദാലിക ദീനുൽ ഖയ്യിം. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ കുറെ സഹാബാക്കളോട് സുജൂദ് ചെയ്തു. ഈ സുജൂദ് ചെയ്തത് ലാത്തയ്ക്കും മനാത്തയ്ക്കും ഉസ്സയെ നബി അംഗീകരിച്ചാണ് സുജൂദ് ചെയ്തതെന്ന് പിന്നീട് മുശ്രിക്കുകൾ ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് വരെയും കാര്യങ്ങളെത്തി. ലാത്തയും മനാത്തയും ഉസ്സയെ നബി അംഗീകരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ചില വളരെ വികലമായ ചില റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഖുർആന്റെ വിശ്വാസം തന്നെ സംശയാസ്പദമാകും. ആ കൊലത്തിൽ ഞാൻ പറയുന്നത് ശരിയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് പറയാൻ പാടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പ്രവാചകൻ പറഞ്ഞത്രേ തിൽക്കൽ അറാനിക്കുല്ല, ആ മൂന്നും മഹാദേവതകളാണ്. അവയുടെ ശുപാർശകൾ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകന്റെ വായിൽ കൂടി വന്ന് ഇബ്ലീസ് ചൊല്ലിക്കേൾപ്പിച്ചു എന്നുവരെയുമുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചു മാത്രമാണ്. നിങ്ങളിത് എവിടെയും പോയി ഉദ്ധരിക്കാനോ എവിടെയും പോയി വ്യാഖ്യാനം ചോദിക്കാനോ എവിടെയും പോയി അന്വേഷിക്കാനോ ഒന്നുമല്ല ഇത്. അത്ര വരെയും ഇത് എത്തിയെന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ തീഷ്ണത അവിടം വരെയും പ്രവാചകന്റെ വായിൽ കേട്ടിത്തിരി ഈ ലാത്തമനാത്ത ഉസ്സയെ പ്രവാചകനൊന്ന് അംഗീകരിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്റെ വായിലേക്ക് ഇബ്ലീസ് ആയത്ത് കയറ്റി എന്നുവരെയുമുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. പ്രവാചകന്റെ വായിലേക്ക് ഇബ്ലീസിനെ കയറ്റാൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നാമാണ് ഈ വേദഗ്രന്ഥം പറയുന്നത്, നാമാണ് സംരക്ഷിക്കുന്നത്. മുമ്പിൽ കൂടിയും പുറകിൽ കൂടിയും ഒരു ബാത്തിലും വരികയില്ല. സുഖ്യർഹനായ യുക്തിമാനായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് എന്ന് പറയുമ്പോൾ മുമ്പിൽ നിന്ന് പുറകിൽ വരില്ല എന്ന് പറഞ്ഞാൽ അടിയുന്ന മോളിൽ നിന്ന് വരാമെന്നാണോ അതിന്റെ അർത്ഥം? എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ അങ്ങനെ വരെയും ചില റിവായത്തുകൾ കുത്തിത്തിരുകി മക്ക മുശ്രിക്കുകളുടെ ഈ സമ്മർദ്ദത്തിന് പ്രവാചകൻ വഴങ്ങി എന്ന് തോന്നിപ്പിക്കാവുന്ന ദുർവ്യാഖ്യാനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി. ഞാൻ പറയുന്നതിന് അത്രയും കടുത്ത സമ്മർദ്ദം അല്ലാഹു റസൂൽ നേരിട്ടു. നിങ്ങൾ ഈ പ്രതീകങ്ങളെ അംഗീകരിക്കുക, ഞങ്ങൾ റബ്ബിനെ അംഗീകരിക്കാം. ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ശിർക്ക് എന്ന് പറയുന്നത് കടന്നു വരുന്നത് ഈ മധ്യവർത്തികളും പ്രതീകങ്ങളിലും കൂടിയാണ്. മധ്യവർത്തികളും പ്രതീകങ്ങളിലും കൂടിയാണ് ശിർക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിൽ മധ്യവർത്തിയില്ല, ഇസ്ലാമിൽ പ്രതീകമില്ല, ഇസ്ലാമിൽ പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ അള്ളാഹു, മലക്ക്, ജിന്ന്, മനുഷ്യൻ, ഈ 4 വർഗമാണ് ലോകത്തുള്ളത്. മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ജിന്നും മനുഷ്യർക്കും അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ലോകത്ത് ജീവിക്കണം. അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വരുന്നു. പ്രവാചകന്മാരല്ലാത്ത എത്ര വലിയ മഹാന്മാരാണെങ്കിലും എത്ര ഈമാനിൽ ഉയർന്നവരാണെങ്കിലും ഉയർന്ന നിലവാരമുള്ള മുഅ്മിൻ എന്നതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആത്മീയമായ തസ്തിക നമുക്ക് ആധികാരികമായി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ആത്മീയ തസ്തിക നമുക്ക് ആധികാരികമായി നോക്കാൻ നമുക്ക് കഴിയില്ല. ഒരു ആത്മീയ തസ്തിക മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ എന്ന വാക്കിന്റെ അർത്ഥം ഇന്ന് നമ്മൾ ഔലിയ എന്ന ഒരു പ്രത്യേകമായ ആത്മീയ തസ്തിക ഉണ്ട് എന്ന് പരക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. പ്രവാചകന്റെ താഴെ മനുഷ്യന്മാരുടെ മുകളിൽ ഒരു ആത്മീയമായ ഒരു പ്രത്യേകമായ തസ്തിക. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന വലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആധ്യാത്മിക വ്യക്തി എന്ന അർത്ഥത്തിലല്ല. ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു, നിങ്ങളുടെ വലിയ അല്ലാഹുവും റസൂലുമാണ്. ലാ തത്തഖിദു യഹൂദ വന്നസാറ ഔലിയാ, യഹൂദുകളിൽ നസാറാക്കളെ നിങ്ങളുടെ ഔലിയാക്കളാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഔലിയാക്കൾ മുഅ്മിനൂൻ, അല്ലാഹു റസൂലു വൽ മുഅ്മിനൂൻ, മുഅ്മിനുകളാണ് നിങ്ങളുടെ ഔലിയാക്കൾ, അല്ലാഹുവാണ് നിങ്ങളുടെ ഔലിയാക്കൾ. വലിയ എന്ന് വെച്ചാൽ ആത്മസുഹൃത്ത് എന്നാണ് ഖുർആൻ. ഖുർആനിൽ വന്നിരിക്കുന്ന വലിയ എന്ന ഒരൊറ്റ വാക്കും ഒരു ആധ്യാത്മിക പദവി എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും ആധ്യാത്മികമായി ഉയർന്ന സ്ഥാനമുണ്ടെങ്കിൽ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിക്ക് പോലും ക്ലെയിം ചെയ്യാൻ കഴിയില്ല എനിക്ക് പ്രത്യേകമായ ഒരു പദവി അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് ലോകത്ത് ആർക്കെങ്കിലും പ്രവാചകന്മാർക്ക് അല്ലാതെ പറയാൻ കഴിയും. സുഹൃത്തുക്കളെ, എത്ര വലിയ വ്യക്തിയുമാകട്ടെ, എത്ര വലിയ വ്യക്തിയുമാകട്ടെ, ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്റെ ഈമാനിന്റെ കരുത്തുകൊണ്ട്, എന്റെ ഇബാദത്തിന്റെ കരുത്തുകൊണ്ട്
ഞാനൊരു ആധ്യാത്മികമായ പ്രത്യേകമായ പദവിയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊരാൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പറയണമെങ്കിൽ ഇൽമുൽ ഗൈബ് വേണം. ഇൽമുൽ ഗൈബ് വേണം. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകമായ ഈ ആധ്യാത്മികമായ പദവി അവിടെ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഇവരാണ് മധ്യവർത്തികളായി പിന്നീട് മാറുന്നത്. ഇവരാണ് പിന്നീട് ശിർക്കിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഈ തൗഹീദ് എന്ന് പറയുന്നത് കേവലം പ്രപഞ്ചം സൃഷ്ടിപ്പിലും സംരക്ഷണത്തിലും മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുന്നിടത്ത് മാത്രമല്ല, ഈ 4-5 പോയിന്റുകൾ കടന്ന് ഇപ്പോൾ നമ്മൾ 3-ാമത്തെ പോയിന്റിൽ വരെയും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഗുരുതരമായ അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്ന വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഇത്രയും കാലം നന്മതിന്മകൾ ചെയ്യുന്നതിലും ഉപകാര ഉപദ്രവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായിരുന്നു മധ്യവർത്തികൾ. ഇപ്പോഴങ്ങനെയല്ല. അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഈ രൂപത്തിലുള്ള ആളുകൾക്ക് ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിരിക്കുന്നു എന്ന വാദവുമായി ഈ കേരളത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഭാഗം അതിൽ നിന്നൊക്കെ വളരെ മുക്തമാണ്. ഇതെല്ലാം വടക്കൻ മലബാറിലാണ് ഇതിന്റെ പ്രഭവസ്ഥാനം മുഴുവൻ. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത്തരം വാദങ്ങളിൽ വളരെ മുക്തമാണ്. അൽഹംദുലില്ലാഹ്. ഒറ്റപ്പെട്ട ആർക്കും എന്തുള്ളത് സംഘടിത മാത്രം വാദങ്ങളൊന്നും ഇവിടെയില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, 3-ാമത്തെ പോയിന്റിൽ വരെയും ഇപ്പോൾ അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റുള്ളവർ പ്രതിഷ്ഠിക്കുന്ന 2ഉം 3ഉം 4ഉം അംഗീകരിക്കുന്നവർക്ക് പോലും 4ഉം 5ഉം അംഗീകരിക്കുന്നവർക്ക് പോലും ഈ 3-ാമത്തെ പോയിന്റ് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിയിരിക്കണം. വിശദാംശങ്ങൾ വിശദമായി സൂചിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ തൗഹീദിന്റെ അടിത്തറകൾ. അപ്പൊ ഈ മധ്യവർത്തി എന്ന് പറയുന്ന ഈ സങ്കല്പമാണ് ലോകത്തെ മറ്റു മതങ്ങളെ മുഴുവൻ സ്വാധീനിക്കുന്നത്. സ്വാഭാവികമായി മറ്റു മതങ്ങളിലെ മധ്യവർത്തി സങ്കല്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും കൂടി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇത് എവിടെ നിന്നാണ് കടന്നു വരുന്നത്. തത്തബിഉന്ന സുനന മൻ ഖബലകും ദിറാഅൻ ബിദിറാഇൻ വശിബ്റൻ ബിശിബ്രിൻ. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മാർഗ്ഗങ്ങളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി അവരെ മാളത്തിൽ പോയി കയറിയാൽ നിങ്ങളും ആ മാളത്തിൽ പോയി കയറുമെന്ന പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ ആ മാളത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിത്തറ നമ്മുടെ വിശ്വാസത്തിന്റെ ശുദ്ധീകരണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത് അദൃശ്യനായ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. സാധാരണ മറ്റ് മതവിശ്വാസികൾ അത്ഭുതം പ്രകടിപ്പിക്കാറുണ്ട്. ഒരു പ്രതീകമോ ഒരു ചിത്രമോ ഒരു രൂപമോ ഒരു സങ്കല്പമോ ഒരു പ്രതിമയോ ഒന്നുമില്ലാത്ത ഈ ദൈവത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏകാഗ്രത കിട്ടുക എന്നതാണ് നമ്മളുള്ള ചോദ്യം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് ജന്മം കൊള്ളുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷിർക്ക് ജന്മം കൊള്ളുന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഏകാഗ്രത കിട്ടുന്നു? ഏകാഗ്രത കിട്ടുവാൻ വേണ്ടി പ്രതീകങ്ങളും പ്രതിപുരുഷന്മാരും ആവശ്യമാണ്. മനുഷ്യന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ആ കേന്ദ്രീകരിക്കുവാൻ അവന്റെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ, ചോദിക്കുന്നവന്റെ മുമ്പിൽ ഒരു ബിന്ദു ആവശ്യമാണ്, ഒരു പ്രതീകം ആവശ്യമാണ്. അപ്പോൾ മാത്രമേ അവന്റെ ആരാധനകളിൽ ഏകാഗ്രത കിട്ടുകയുള്ളൂ. അപ്പോൾ മാത്രമേ അവന്റെ പ്രാർത്ഥനകളിൽ അവന് ഏകാഗ്രത കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതീകമില്ലാതെ, ഒരു പ്രതിബിംബമില്ലാതെ, ഒരു പ്രതിപുരുഷനില്ലാതെ, ഒരു പ്രതിമയില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടുക? നമ്മുടെ ഈ പള്ളിയിലൊക്കെ വന്ന് കയറി നോക്കിയിട്ട് മറ്റുള്ളവർ അത്ഭുതം പ്രകടിപ്പിക്കാറുണ്ട്. വെറും ഒരു സാധാരണ കെട്ടിടം എന്നതിൽ കുറഞ്ഞ് വേറൊന്നും ഈ പള്ളിയിലില്ല. മറ്റു ലോകത്തുള്ള ഏത് മതവിശ്വാസികൾ ആരാധനാലയത്തിൽ കയറി നോക്കിയാലും അവിടെ പ്രതീകങ്ങൾ കാണും. അത് ചിത്രങ്ങളാകാം, വിഗ്രഹങ്ങളാകാം, മറ്റ് പല രൂപത്തിലുമാകാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന തൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാനോ നമുക്ക് ആരാധിക്കുവാനോ, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, ശിർക്ക് കടന്നു വരുന്ന ഈ 2 വഴിയിൽ കൂടിയാണ്. ഒന്ന് പ്രാർത്ഥനയിൽ കൂടി, മറ്റൊന്ന് ആരാധനയിൽ കൂടി. പ്രാർത്ഥിക്കുവാൻ മുമ്പിൽ നമുക്ക് പ്രതീകങ്ങൾ വേണം. ആരാധിക്കുവാൻ, ഏകാഗ്രത കിട്ടുവാൻ മുമ്പിൽ നമുക്ക് പ്രതീകങ്ങൾ വേണം.
ഈ ചിന്തയിൽ നിന്നുമാണ് ലോകത്തെ ഇന്ന് മനുഷ്യരാശിയിൽ കാണുന്ന മുഴുവൻ വിശ്വാസപരമായ വൈകല്യങ്ങളും കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യം തന്നെ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വിശ്വാസ കാര്യങ്ങളായ ഖുർആൻ ആദ്യം പറയുന്ന ഗൈബിൽ വിശ്വസിക്കുക എന്നതാണ്, അദൃശ്യമായതിൽ വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ മുഴുവൻ അതിൽപ്പെട്ടതാണ്. അദൃശ്യമായതിലാണ് നമ്മുടെ വിശ്വാസം, ദൃശ്യമായത് വിശ്വാസമല്ല. ദൃശ്യമായത് വിശ്വാസമല്ല, അതെങ്ങനെയാ വിശ്വാസമാവുക? അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് കാണുന്ന വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ദീനുൽ ഇസ്ലാമും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയോ ആരാധിക്കാൻ വേണ്ടിയോ മറ്റ് പ്രതീകങ്ങളോ പ്രതിബന്ധങ്ങളോ മറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടും. ലോകത്തെ ജനകോടികൾ പ്രാർത്ഥിക്കുന്നത് ഈ ഏകാഗ്രതയോടുകൂടിയാണ്, ഒരു പ്രതീകത്തെയും കണ്ടുകൊണ്ടല്ല. അതുകൊണ്ടാണ് ലോകത്ത് എവിടെയും നമുക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധമായ ഏത് സ്ഥലത്തും നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിക്കാം. ഒന്നിന്റെ ഈ പ്രതീകത്തിന്റെ ആവശ്യമില്ല. മറ്റേതൊരു മതവിശ്വാസിക്ക് കിട്ടുന്നതിനേക്കാൾ ഏകാഗ്രത നമുക്ക് കിട്ടുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിന്റെ ഒരു രൂപവും നമ്മൾ സങ്കല്പിക്കാറില്ല. പക്ഷേ ഇന്ന് ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ലോകത്ത് ഈ കാഴ്ചപ്പാടുള്ള ദർശനം ഇസ്ലാം മാത്രമേ ഉള്ളൂ. രണ്ടു വശം നമ്മൾ മനസ്സിലാക്കണം ഇതിൽ. ഒന്ന് ലോകത്തുള്ള മറ്റു മതങ്ങൾ, മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിലെ ഈ വിഷയത്തിലുള്ള വ്യതിയാനങ്ങൾ. ലോകത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ലോകത്തുള്ള മതങ്ങൾ ക്രിസ്തുമതം എടുത്തു നോക്കുകയാണെങ്കിൽ, ക്രിസ്തുമതത്തിന് പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട തകരാറ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. ത്രിഏകത്വം, മൂന്നിൽ മൂന്നാമത്തതാണ് ദൈവം. ആ മൂന്നാമത്തത് ഏത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഈ മൂന്നിൽ മൂന്നാമത്തത് ഏത്? ഇത് മൂന്നും ഒന്നാകുന്നത് എങ്ങനെ? മൂന്നും ഒരേ സമയം മൂന്നാകുന്നത് എങ്ങനെ? ത്രിഏകത്വം എന്ന് പറയുന്നത്. ഒരിക്കൽ ആലുവയിൽ ഒരു വലിയ സെമിനാർ തുറന്നു, ഒരു ദഅ്വ സെമിനാർ തുറന്നു. ആ സെമിനാറിൽ വെച്ച് വലിയ ഒരു ബിഷപ്പിനോട് ചോദിച്ചു ഒരു ശ്രോതാവ്, ഈ ത്രിയേകത്വം എങ്ങനെയാണ് ഒന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വെള്ളം എടുക്കുക, ആ വെള്ളം ഒരേ സമയത്ത് ചിലപ്പോൾ അത് വായുവായി മാറും, ചിലപ്പോൾ അത് ഖരമായി മാറും, ചിലപ്പോൾ അത് ദ്രവമായി മാറും. ചോദ്യകർത്താവ് തിരിച്ചു ചോദിച്ചു, അല്ല ഫാദർ, ഇത് ദ്രവമാകുമ്പോൾ ആ സാധനം വായുവായി കാണുകയില്ലല്ലോ, വായുവാകുമ്പോൾ ആ സാധനം പിന്നെ ഖരമായി കാണുകയില്ലല്ലോ. ഇതിൽ ഒരിക്കൽ ഒരേ സമയത്ത് ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രമായിട്ടല്ലേ കാണൂ. ഒരേ സമയത്ത് ഈ മൂന്നുമായിട്ട് എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തെ നമുക്ക് കാണിക്കാൻ കഴിയും? സെയിം ടൈമിൽ സെയിം വെള്ളം, അത് ദ്രവവുമാകുന്നു, അത് ഖരവുമാകുന്നു, അത് വായുവുമാകുന്നു. ഇതെങ്ങനെയാണ് കാണിക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് മോനെ ഡിവൈൻ മിസ്റ്ററിയാണ് എന്നാണ് പറഞ്ഞത്. ഒരുപാട് കാലഘട്ടമായി ക്രൈസ്തവ ദാർശനികന്മാരും ദൈവശാസ്ത്രകാരന്മാരും ഇതിനെ കുരുക്കഴിക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നേവരെയും അതിന്റെ ആ ഡിവൈൻ മിസ്റ്ററി, അത് ദിവ്യ നിഗൂഢതയാണ്, ദിവ്യമായ നിഗൂഢതയാണ്. അതുകൊണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം സത്യസന്ധമായി പറയുകയാണ്. അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല, അതൊരു ദിവ്യ നിഗൂഢതയാണ് ഈ ത്രിയേകത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറ് ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, മറിയമിന്റെ മകൻ മിശിഹയാണ് അല്ലാഹു എന്നവർ വിശ്വസിച്ചു. ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, മൂന്നിൽ മൂന്നാമനാണ് എന്നവർ വിശ്വസിച്ചു. യഹൂദരെ പറ്റി പറയുന്നു, കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, യഹൂദർക്ക് പറ്റിയ തകരാറ് ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്നവർ വാദിച്ചു. ഉസൈർ നമുക്കറിയാമല്ലോ, ഒരു പ്രവാചകൻ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കൈഫ യുഹ്യിൽ മൗത, എങ്ങനെയാണ് ഈ മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചകനെ അവിടെ വെച്ച് അല്ലാഹു തആല അദ്ദേഹത്തെ മരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കഴുതയുണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു. എന്നിട്ട് പുനർജീവിപ്പിച്ചപ്പോൾ ഞാൻ ഒരു ദിവസമോ അര ദിവസമോ മാത്രമേ ഞാൻ ഇവിടെ നീ ഒരു കൊല്ലം, നീ 100 വർഷം ജീവിച്ചിരിക്കുന്നു. നിന്റെ ഒട്ടകത്തെ നോക്കൂ, നിന്റെ ഭക്ഷണം നോക്കൂ, ഭക്ഷണത്തിന് കേടുപാട് സംഭവിച്ചിട്ടില്ല. ഭക്ഷണത്തിന്റെ ഒട്ടകം എല്ലും തോലുമായി മാറിയിരിക്കുന്നു.
അപ്പൊ 100 വർഷം നീ ജീവിച്ചതിന് ശേഷം നിന്നെ പുനർജീവിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അല്ലാഹു തആല അങ്ങനെ തന്നെ ആ പ്രവാചകനെ 100 വർഷം മരിപ്പിച്ചു. قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس. നീ 100 വർഷം ജീവിച്ചിരിക്കുന്നു, നിന്റെ വാനിയും ഭക്ഷണവും നീ നോക്കുക, അലം യതസന്ന, അതിനൊരു കേട് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ കഴിവ്. ഈ ഉസൈർ പ്രവാചകനെ അവർ അള്ളാഹുവിന്റെ പുത്രനാക്കി മാറ്റിയിരിക്കണം. നസാറാക്കളെ സംബന്ധിച്ച് മസീഹ് മിശിഹ എന്ന് പറയുന്ന ഈ ഈസാ നബി അഥവാ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്നവർ വാദിച്ചു എന്നുള്ളതാണ്. അപ്പൊ ക്രൈസ്തവ വിശ്വാസപ്രകാരം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് പിതാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം മാത്രം നിർവഹിച്ച് അദ്ദേഹം ഉറങ്ങാൻ പോയ വ്യക്തിയാണ്. സൃഷ്ടികർമ്മം മാത്രമേ പിതാവ് എന്ന് പറയുന്ന ആ ശക്തി നിർവഹിച്ചിട്ടുള്ളൂ. പിതാവ് സൃഷ്ടികർമ്മം. അതിനുശേഷം പിതാവിന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചു. ആ ലോകത്തേക്ക് അയക്കപ്പെട്ട പുത്രനാണ് മനുഷ്യന്റെ രക്ഷകൻ. മനുഷ്യന്റെ വഴികാട്ടിയായിട്ടല്ല, നമ്മുടെ പ്രവാചകന്മാരെ മനുഷ്യ രക്ഷകനായിട്ടല്ല, നമ്മുടെ പ്രവാചകന്മാരായിട്ട് വഴികാട്ടിയുമായിട്ട് ഹാദി വഴികാട്ടിയായിട്ടാണ് പ്രവാചകന്മാർ. നമ്മൾ രക്ഷകനായിട്ടല്ല, രക്ഷകൻ അല്ലാഹുവാണ്. ഇവിടെയാണ് പ്രശ്നം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷകനായി വന്നിരിക്കുന്നത് ദൈവപുത്രനാണ്, രക്ഷകനാണ്. ഇതാണ് രണ്ടാമത്തത്. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്ത് വന്നിരിക്കുന്നു, കാണപ്പെട്ട പുത്രൻ, കാണപ്പെടാത്ത കർത്താവിന്റെ പകരമായി കാണപ്പെട്ട പുത്രൻ. വീണ്ടും അവർക്ക് മൂന്നാമത്തത് വിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശു ഈ ലോകത്ത് പോയതിനു ശേഷം കർത്താവ് ഈ ലോകത്തേക്ക് അയച്ചതാണ് മനുഷ്യവർഗത്തിന് വഴി കാണിക്കുവാൻ വേണ്ടി. ഈ പരിശുദ്ധാത്മാവാണ് വഴികാട്ടി. യേശു വഴികാട്ടിയല്ല, യേശു രക്ഷകനാണ്. രക്ഷകൻ വേറെ, വഴികാട്ടി വേറെ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആത്മാവിൽ കുടികൊള്ളുന്നതും ഈ ലോകം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു മഹാ ഊർജമാണ്, ഒരു മഹാശക്തിയാണ് എന്നല്ലാതെ അതിനെപ്പറ്റി കൃത്യമായി വിവരിക്കാൻ കഴിയില്ല. ഒരു മഹാശക്തിയാണ് പരിശുദ്ധാത്മാവ്. അത് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ ഊർജം, ഒരു മഹാശക്തി, ഒരു മഹാപ്രതിഭാസം. അത് യേശു ഈ ലോകത്ത് നിന്ന് പോയതിനു ശേഷം മനുഷ്യവർഗത്തെ വഴി കാണിക്കുവാൻ വേണ്ടി ഈ ലോകത്തേക്ക് കർത്താവ് നിയോഗിച്ചതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത്. ആ പരിശുദ്ധാത്മാവിനെ എത്ര കണ്ട് ഉപാസിച്ച് ശക്തിപ്പെടുത്തുന്നുവോ അതനുസരിച്ച് മനുഷ്യൻ വിശുദ്ധനും പുണ്യാളനുമായി മാറുന്നു. അത് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ പരിശുദ്ധാത്മാവ്. അങ്ങനെ മൂന്നായിട്ടാണ് അവർ അതിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ഏറ്റവും ഉള്ളിൽ ഉപാസിച്ച് ആ പരിശുദ്ധാത്മാവ് ഏറ്റവും ശക്തി പ്രാപിക്കുന്ന മനുഷ്യന്മാരാണ് പുണ്യാളന്മാരും വിശുദ്ധാത്മാക്കളും ദൈവദാസന്മാരും. അവരാണ് അവിടുത്തെ ഹിന്ദുമതത്തിലെ അവതാരങ്ങൾക്ക് പകരമായി അവർ സമർപ്പിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ലോകവ്യാപകമായി വിശുദ്ധന്മാരുണ്ട്, ലോകവ്യാപകമായി ദൈവദാസന്മാരുണ്ട്, ലോകവ്യാപകമായി പുണ്യാളന്മാരുണ്ട്. ഈ പുണ്യാളന്മാരെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ആത്മീയമായ കരുത്തുള്ള, ആത്മീയമായ സവിശേഷതയുള്ള, ദൈവവുമായി കൂടുതൽ അടുപ്പമുള്ള, വരപ്രാപ്തരായ ആളുകൾ എന്നാണ്. ഒരു വരം ലഭിച്ച ആളുകൾ, ദൈവത്തിന്റെ വരം ലഭിച്ച ആളുകൾ, ദൈവത്തിന്റെ വരം ലഭിച്ച ആളുകൾ. അപ്പൊ ദൈവത്തിന്റെ പുത്രനായി വന്ന യേശുവും ദൈവത്തിന്റെ പ്രത്യേകമായി ദൗത്യമേറ്റെടുത്തുകൊണ്ട്, കർത്താവിന്റെ ദൗത്യമേറ്റെടുത്തുകൊണ്ട് മനുഷ്യരാശിയെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി, വഴികാട്ടാൻ വേണ്ടി വന്ന ഈ പരിശുദ്ധാത്മാവും, ആ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തെ, അതിന്റെ ജീവനെ പൂർണ്ണമായും വിശുദ്ധി ആവാഹിച്ചെടുത്ത പുണ്യാളന്മാരും വിശുദ്ധന്മാരും അവർ വരപ്രാപ്തരാണ് എന്നാണ്. ദൈവത്തിന് വരം കിട്ടിയവരാണ്. അപ്പൊ അവരിൽ ഈ പരിശുദ്ധാത്മാവ് കുടികൊള്ളുകയാണ്. അതുകൊണ്ടാണ് അവരെ പൂജിക്കാം, അവരോട് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് യേശുവിനെ പൂജിക്കാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ പൂജിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. വരപ്രാപ്തരായ പരിശുദ്ധാത്മാക്കൾ ശക്തമായി കുടികൊള്ളുന്ന, ആത്മാവ് കുടികൊള്ളുന്ന പുണ്യാളന്മാരെയും വിശുദ്ധന്മാരെയും പൂജിക്കാം.
അത് ദൈവത്തിന്റെ, കർത്താവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ ജീവിക്കുന്ന പ്രതീകങ്ങളാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കർത്താവ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത യേശു, യേശുവിന് പകരമായി യേശുവിന്റെ പ്രതീകങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ആവാഹിച്ച വിശുദ്ധന്മാരും പുണ്യാളന്മാരും, അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ഓർമ്മ നിലനിർത്താൻ കഴിയുന്ന അവരുടെ വിഗ്രഹങ്ങളും ശവകുടീരങ്ങളും ഈ രൂപത്തിലാണ് ഇന്ന് ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കബറുകൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളായി മാറിയത്, അവരുടെ വിശുദ്ധന്മാരും പുണ്യാളന്മാരും അവരുടെ ആരാധനാമൂർത്തികളായി മാറിയത്, അവരുടെ പ്രാർത്ഥനാമൂർത്തികളായി മാറിയത്. അപ്പൊ ഈ പ്രതീകങ്ങൾ, പ്രതിപുരുഷന്മാർ ദൈവികമായ ശക്തിയുടെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ 4-5 ലെയറായിട്ടാണ് ക്രിസ്തുമതത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും തലപ്പത്തെ കർത്താവ്, അത് കഴിഞ്ഞ് പുത്രൻ, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ്, അത് കഴിഞ്ഞ് വിശുദ്ധന്മാരും പുണ്യാളന്മാരും, അത് കഴിഞ്ഞ് അവർ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ വിശുദ്ധമായ കബറുകൾ, മക്ബറകൾ. പ്രിയപ്പെട്ട സുഹൃത്ത്, അതുകൊണ്ടാണ് എല്ലാവരില്ല വിഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ധാരാളം വിഭാഗം ആളുകളുണ്ട്. എങ്ങനെ ലോകത്തെ മെജോറിറ്റി ആ അർത്ഥത്തിൽ യേശുവിനെയും പുണ്യാളന്മാരുടെയും വിഗ്രഹങ്ങൾ ഉപയോഗിക്കാത്ത ധാരാളം ആളുകൾ വേറെ വിഭാഗവുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മൊത്തം ആ വിഭാഗമാണെന്ന് പറയുന്നത്. പക്ഷേ ആദ്യം പറഞ്ഞ ഈ 3-ൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പുണ്യാളന്മാർ. അതിന്റെ വിഗ്രഹങ്ങൾ വേണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ കുറെ ആളുകൾ വിഗ്രഹങ്ങൾ വെക്കാം, വേറെ കുറെ ആളുകൾ വിഗ്രഹാരാധന എതിർക്കുന്നു. വിഗ്രഹാരാധന പാടില്ല, അതുകൊണ്ട് വിഗ്രഹം വെക്കാൻ പാടില്ല. വിഗ്രഹാരാധന എതിർക്കുന്നു, പക്ഷേ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പുണ്യാളന്മാരെയും ആരാധിക്കാം, വിഗ്രഹങ്ങൾ വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരോട് ചോദിക്കുമ്പോൾ അവർ പല വിധത്തിൽ വിശദീകരിച്ചു കൊടുക്കും. ആരാണ് പിതാവ് എന്ന് ചോദിച്ചാൽ അവർ പറയും പിതാവാണ് സൃഷ്ടാവ്, പുത്രനാണ് രക്ഷകൻ, പരിശുദ്ധാത്മാവാണ് വഴികാട്ടി. ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു കെട്ടിടം നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിന് പ്ലാൻ വരയ്ക്കുന്ന വ്യക്തിയാണ് പിതാവ്. പിതാവാണ് പ്രപഞ്ചത്തിന് പ്ലാൻ വരച്ചത്. അത് കഷ്ടപ്പെട്ട് നിർമ്മിച്ചുണ്ടാക്കിയെടുക്കുന്ന വ്യക്തിയാണ് രക്ഷകൻ, അതാണ് പുത്രൻ യേശു. അത് കഷ്ടപ്പെട്ട് നിർമ്മിച്ച് ത്യാഗം ചെയ്ത് അദ്ദേഹം ആ കെട്ടിടം നിർമ്മിച്ചു. അതിനുശേഷം ആ കെട്ടിടത്തിൽ താമസിക്കുന്ന ആളുകളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ആ കുടുംബനാഥന്റെ റോളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്. 24 സമർപ്പിക്കുക. ദൈവം വരയ്ക്കുന്ന പ്ലാൻ, കർത്താവ് വരയ്ക്കുന്ന പ്ലാൻ, യേശു നിർമ്മിച്ച കെട്ടിടം, പരിശുദ്ധാത്മാവ് നേതൃത്വം നൽകുന്ന ആ കുടുംബം. ഈ രൂപത്തിലാണ് പിതാവ് സ്വർഗത്തിലാണെങ്കിൽ, യേശു ചരിത്രത്തിലാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് എന്നാണ് അവർ പറയുക. യേശു ചരിത്ര പുരുഷനായി പോയി, പിതാവ് സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ, നമ്മളോടൊപ്പം എപ്പോൾ നമുക്ക് വഴികാട്ടിയായി, നമുക്ക് നന്മ തിന്മകൾ ചെയ്തുകൊണ്ട്, നമുക്ക് ശരിയും തെറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ആ പരിശുദ്ധാത്മാക്കൾ സ്ഥിതി ചെയ്യുന്ന, ഏറ്റവും നന്നായി സ്ഥിതി ചെയ്യുന്ന, അവരെ ഉപാസിച്ച് ഏറ്റവും വിശുദ്ധന്മാരായ ആളുകളാണ് പുണ്യാളന്മാരും മഹത്തുക്കളുമായി ഇന്ന് ലോകത്ത് നാനാഭാഗത്ത് കാണുന്ന ആ ക്രൈസ്തവ പുണ്യാളന്മാർ, അവരുടെ പ്രതിമകൾ. ഇനി ഹിന്ദു മതത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിലോ ഇതേ ത്രിയേകത്വ ത്രിമൂർത്തി സങ്കല്പം അവിടെ നിങ്ങൾക്ക് കാണാം. ഇത്രി എന്ന് പറയുന്ന എല്ലായിടത്തുമുണ്ട്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം എന്നതാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്ന, അല്ലാഹു എന്ന് പറയുന്ന അവർ ബ്രഹ്മം എന്നാണ് പറയുക. എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഊർജം എന്നാണ് അവരും പറയുക. നേരത്തെ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ പറ്റി ക്രിസ്തുമതക്കാർ പറയുന്ന അതേ സ്വഭാവത്തിലാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഊർജമാണ് ബ്രഹ്മം. അതിന് ആദിയില്ല, അതിന് അന്ത്യമില്ല, അതിന് അവസാനമില്ല, അതിന് തുടക്കമില്ല, അതിന് ഗുണമില്ല, നിർഗുണമാണ്. ഒരു പ്രവൃത്തിയും അത് ചെയ്യുന്നില്ല, അതിന് പ്രത്യേക ഗുണങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നിർഗുണ പരബ്രഹ്മം എന്ന പ്രയോഗം. നിർഗുണ പരബ്രഹ്മം എന്നാണ് അവർ പറയുന്നത്. നിർഗുണം, അതിന് ഗുണമില്ല. ആ ഗുണമില്ലാത്തത് കൊണ്ട് അതിനെ ആരാധിക്കേണ്ടതില്ല. ആരാധിക്കേണ്ടത് ഗുണമുള്ളതിനെയാണ്. അതുകൊണ്ടാണ് പരബ്രഹ്മത്തെ ആരും ആരാധിക്കാറില്ല ഹിന്ദുമതത്തിൽ. പരബ്രഹ്മ സങ്കല്പം മാത്രമേ ഉള്ളൂ. ആ പരബ്രഹ്മം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ്, ഊർജമാണ് എന്നാണ് അവർ പറയുക. പക്ഷെ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അതിന് ഗുണമില്ല, അതിന് ഗുണമില്ല. എന്നാൽ അതിന് താഴെയുള്ള ത്രിമൂർത്തികളാണ് ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന 3 പ്രവൃത്തികൾ ഈ ലോകത്ത് നിർവഹിക്കാൻ വേണ്ടി ഈശ്വരൻ എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്ന രണ്ടും രണ്ടാണ്.
ബ്രഹ്മം വേറെ, ഈശ്വരൻ വേറെ. ഈശ്വരന്മാർ പരബ്രഹ്മം ഈശ്വരന്മാരിൽ കൂടി അവർക്ക് ജനങ്ങൾക്ക് കാണാവുന്ന, അനുഭവപ്പെടാവുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് സൃഷ്ടി ഒന്ന്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത് ഒരു ദേവനാണെങ്കിൽ, ഒരു ഈശ്വരനാണെങ്കിൽ, അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു ഈശ്വരനാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് മൂന്നാമത്തെ ഈശ്വരനാണ്. അങ്ങനെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന ബ്രഹ്മാവ്. ബ്രഹ്മമല്ല, ബ്രഹ്മാവ് വേറെ, ബ്രഹ്മം വേറെ. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിന്റെ 3 അവതാരങ്ങളാണ്. ഈ ബ്രഹ്മത്തിന്റെ 3 പ്രതീകങ്ങൾ, 3 പ്രത്യക്ഷപ്പെടുന്ന രൂപം, അതിലൊന്നാണ് ബ്രഹ്മാവ്. അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. വിഷ്ണു ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു, മറ്റേ ഈ പ്രപഞ്ചം സംഹരിക്കുന്നു. അങ്ങനെ ഈ സംഹരിക്കുക, അവിടെ ഈ ത്രിമൂർത്തി സങ്കല്പം വരിക. അവിടെ നിന്ന് വീണ്ടും ഒരു താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് വരുമ്പോൾ ഈ ഈശ്വരന്മാരെ ഉപാസിച്ച് ആത്മാവിൽ ആവാഹിച്ച് വളരെ വിശുദ്ധന്മാരും പുണ്യാളന്മാരുമായി മാറിക്കഴിയുമ്പോൾ ആ ഈശ്വര ചൈതന്യം അവരിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് അവതാരങ്ങൾ. ക്രിസ്തുമതത്തിലെ പുണ്യാളന്മാരും വിശുദ്ധന്മാർക്കൊന്നും അവതാരങ്ങൾ. അതാണ് ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ശ്രീരാമനും ഒക്കെ അവതാരങ്ങൾ. ഈ മനുഷ്യന്മാർ നേരത്തെ പ്രതിരൂപത്തിൽ പുണ്യാളന്മാർ ഉപാസിക്കുന്ന രൂപത്തിൽ ഈ ഈശ്വരനെ ഉപാസിച്ച് ഈശ്വര ചൈതന്യം അവരിൽ ശക്തമായി കുടികൊള്ളുന്നു. അതിശക്തമായി കുടികൊള്ളുമ്പോൾ അവർ വിശുദ്ധന്മാരും പുണ്യാളന്മാരും അവരും വരപ്രാപ്തരായ ആളുകളായി മാറുകയാണ്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ വിശുദ്ധമായ അധികാരമുള്ള, ദൈവത്തോട് ശുപാർശ ചെയ്യാൻ കഴിയുന്ന, ഈശ്വരനോട് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ആളുകളായി അവർ മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും നമ്മുടെ അയ്യപ്പനും ഗുരുവായൂരപ്പനും അതേമാതിരിയുള്ള ഈ എല്ലാ ദേവീദേവന്മാരും രാമനും കൃഷ്ണനും മഹാവീരനും ബുദ്ധനും ഒക്കെ ആ കാഴ്ചപ്പാടിലാണ്. ഈ മൂന്നാമത്തെ എല്ലാവരും വരിക. ഒന്നാമത്തെ ബ്രഹ്മം, രണ്ടാമത്തെ ത്രിമൂർത്തി ഈശ്വരന്മാർ, മൂന്നാമത്തത് ഈ അവതാര പുരുഷന്മാരാണ്. എത്ര വേണമെങ്കിലും ആകാം. അവതാര പുരുഷന്മാരെന്ന് പറയുന്നത് ക്രിസ്തുമതത്തിലെ വിശുദ്ധാത്മാക്കളും പുണ്യാളന്മാരും മാതിരിയാണ്. ഈ അവതാര പുരുഷന്മാരിലേക്ക് ചൈതന്യം ഇറങ്ങി വരികയാണ്. ഈ അവതാര പുരുഷന്മാരെ സംബന്ധിച്ച് അതിനുശേഷം അവർ മരിക്കുമ്പോൾ, പോയി കഴിയുമ്പോൾ, അവർ ജീവിതത്തിൽ നിന്ന് മടങ്ങി കഴിയുമ്പോൾ അവരുടെ പ്രതിമകൾ ഈ ലോകത്തുണ്ടാക്കി വെക്കുകയും ആ പ്രതിമയിലേക്ക് ഈ ചൈതന്യം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈ വിഗ്രഹം അങ്ങനെയാണ്. ആ വിഗ്രഹത്തിലേക്ക് ഈ അവതാരങ്ങളുടെ ചൈതന്യം, അവതാരങ്ങളിൽ കൂടി ഈശ്വരന്റെ ചൈതന്യം, ഈശ്വരനിൽ കൂടി ആ പരബ്രഹ്മത്തിന്റെ ആ ഐശ്വര്യം. അതുകൊണ്ടാണ് അവർ പറയുക സദ്ഗുണാരാധന എന്നാണ് പറയുക. നിർഗുണ പരബ്രഹ്മത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, സദ്ഗുണേശ്വരന്മാരെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഹിന്ദുമതം അറിയാവുന്നത് സദ്ഗുണാരാധന എന്നാണ് അവർ പറയുക. സദ്ഗുണം ഈ 3 ഈശ്വരന്മാർക്കാണ്. 3 സദ്ഗുണങ്ങളാണ്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. സംഹാരം ദുർഗുണമാണ്. നമുക്ക് അങ്ങനെയല്ല. സംഹരിക്കേണ്ടതിനെ സംഹരിക്കുക, സൃഷ്ടിക്കേണ്ടതിനെ സൃഷ്ടിക്കുക, സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിക്കുക, സംഹരിക്കേണ്ടതിനെ സംഹരിക്കുക. ഈ 3 സദ്ഗുണമാണ്. അപ്പൊ ആ സദ്ഗുണമുള്ളവരോട് വേണം ചോദിക്കാൻ. അതിന്റെ പ്രതീകങ്ങളാണ് ഈ ലോകത്തുള്ള ഈ വിശുദ്ധന്മാരും അവതാരങ്ങളും പുണ്യാളന്മാരും. അപ്പൊ ഈ 2 മതങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും യൂതമതത്തിൽ ഈ പ്രശ്നമില്ലെങ്കിൽ പോലും അവർ ഉസൈറിന്റെ പ്രവാചകന്റെ പുത്രനായി അംഗീകരിക്കണം. ലോകത്തുള്ള ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും എല്ലാം ഈ ഒരു 4 ലെയർ, ഒരു 4 ഘട്ടം എന്ന സ്വഭാവത്തിലാണ്. ഒരു പരാശക്തി, അതിന്റെ താഴെ വ്യത്യസ്തമായ 3 ശക്തികൾ, അതിന്റെ താഴെ മനുഷ്യരിൽ പുണ്യാത്മാക്കൾ, അതിന്റെ താഴെ അതിന്റെ വിഗ്രഹങ്ങളും പ്രതീകങ്ങളും. ഈ രൂപത്തിലാണ്. ഈ രൂപത്തിൽ മനുഷ്യരിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയമായ ഉപാസനയിൽ കൂടി അവർക്കൊരു സാധാരണ മനുഷ്യരുടെ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഈ സങ്കല്പമാണ് എന്തുകൊണ്ട് മറ്റവർ നമുക്ക് കാണാൻ കഴിയില്ല. പരബ്രഹ്മത്തെ കാണാൻ കഴിയില്ല, ഈശ്വരന്മാരെ കാണാൻ കഴിയില്ല. ശ്രീരാമൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനെ കാണാൻ കഴിയില്ല. അപ്പോൾ ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുക. ശ്രീകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ കാണാൻ കഴിയില്ല. അപ്പൊ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കുക. യേശു മരിച്ചു കഴിഞ്ഞാൽ യേശുവിനെ കാണാൻ പറ്റില്ല. അപ്പോസ്തലന്മാര് മരിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരെ കാണാൻ പറ്റില്ല. വിശുദ്ധന്മാരും പുണ്യാളന്മാരും വഴി അവരെ കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റാത്ത ദൈവത്തെയും ഈശ്വരന്റെയും പ്രതീകമായി കാണാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന വിഗ്രഹങ്ങളെയും മനുഷ്യരെയും വിഗ്രഹങ്ങളെയും
പുണ്യാത്മാക്കളെയും വിഗ്രഹങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ട കേസാണ്. പ്രിയപ്പെട്ട ഇവരോട് എന്താ ചെയ്യുന്നത്? അവിടെ പോയി ആരാധിക്കുക, അവിടെ പോയി പ്രാർത്ഥിക്കുക. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തികച്ചും വ്യത്യസ്തമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ത്രിയേകത്വ സങ്കല്പം അതിലില്ല. അള്ളാഹു കഴിഞ്ഞാൽ ഈ ലോകത്തെ പ്രവാചകന്മാരാണ്. അതിന്റെ ഇടയിൽ ഒരു രക്ഷകനില്ല, ഒരു വഴികാട്ടി എന്ന് പറയുന്ന വേറെ ഒരു ആധ്യാത്മിക ശക്തി ലോകത്തില്ല. വേറെ ഒരു ആധ്യാത്മിക ശക്തി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതിനെ ഉപാസിച്ച് ആവാഹിച്ചെടുത്ത് എനിക്ക് വേണമെങ്കിൽ പുണ്യാളനാകാൻ കഴിയുന്ന ഒരു ഡിവൈൻ വിശുദ്ധമായ ഒരു ജീവൻ, നേരത്തെ പറഞ്ഞ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തില്ല. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അള്ളാഹുവാണ് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തി അള്ളാഹുവാണ്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെയുള്ളത് മലക്കും ജിന്നുമാണ് അദൃശ്യമായ ലോകത്തുള്ളത്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനോ നമ്മുടെ കാര്യങ്ങൾ കൽപ്പനകളേക്കാനോ ഒന്നുമുള്ളതിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രമാണ്. അള്ളാഹു എന്താണോ മലക്കുകളോട് കൽപ്പിക്കുക അത് മാത്രമല്ല. നമ്മൾ എത്ര കണ്ട് ഉപാസിച്ചാലും ഒരു മലക്കിനെയും ലോകത്തൊരു മനുഷ്യനെ വരുതി കൊണ്ടുവരാൻ കഴിയില്ല. ലോകത്തൊരു മാലാഖിയെയും നമുക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവന്ന ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അദൃശ്യമായി നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. മലക്കുകൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ പരിധിയിലാണ്. പിന്നെയുള്ളത് ജിന്നാണ്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ നമ്മളെ പോലെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ബാധകമാണ്. ഈ വിശുദ്ധ ഖുർആൻ അവർക്കും ബാധകമാണ്. ജിന്നിൽ നല്ലവരുമുണ്ട്, ചീത്തവരുമുണ്ട്. ജിന്നിനെയും ഇൻസിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മാതിരി തന്നെയാണ് അവരും, നമ്മുടെ മാതിരി തന്നെയാണ് അവരും. അവരും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് മാതിരി. അവർക്ക് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ ഉപദ്രവിക്കാൻ അവർക്ക് കഴിയുമോ? ഈ അദൃശ്യമായ ജിന്നുകൾ ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു, അവനും അവന്റെ കുടുംബവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. മിൻ ഹൈഥു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. അങ്ങനെ കാണാൻ കഴിയാത്ത, അവരെ സൃഷ്ടിച്ചിരിക്കുന്ന അഗ്നിയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വിഭാഗത്തിന് മനുഷ്യരെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ ഉള്ള കഴിവ് അള്ളാഹു കൊടുത്തിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. അത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ച് ജിന്നുകളെല്ലാം മനുഷ്യന്മാരെയാണ്. മനുഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുക. അവരെവിടെയോ ജീവിക്കുന്നു. നമ്മുടെ മുമ്പിൽ അവർക്ക് പ്രത്യേകമായ ദൗത്യങ്ങളൊന്നും അവർ ഈ ലോകത്ത് കൃഷി ചെയ്യുന്നില്ല, അവർ ഈ ലോകത്ത് കച്ചവടം ചെയ്യുന്നില്ല. അവർ ഈ ലോകത്ത് എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെ പറ്റി അവരെന്ത് ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ഈ ലോകത്തെ പ്രവാചകന്മാരെ അയച്ചത് മനുഷ്യരിലേക്കാണ്, ജിന്നുകൾക്ക് കൂടിയാണ്. പക്ഷെ പ്രവാചകന്മാരായിട്ട് ലോകത്തൊരു ജിന്നു വന്നിട്ടില്ല, ഒരൊറ്റ ജിന്നും പ്രവാചകനായി വന്നിട്ടില്ല. പക്ഷെ മുഹമ്മദ് നബി ജിന്നിലേക്ക് പ്രവാചകനാണ്. ആ സൂറത്തുൽ ജിന്നിൽ തന്നെ പറയുന്നത് സമീനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേൾക്കുന്നു. യഹ്ദി ഇലാ റുശ്ദി ഫആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ജിന്നുകൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ ജിന്നുകളിൽ തന്നെ വിശ്വസിച്ചവരുമുണ്ട്, ധിക്കാരികളുമുണ്ട്. മുഅ്മിനുകളുമുണ്ട്, ധിക്കാരികളുമുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ പ്രവാചകന്മാർ ലോകത്ത് വന്നത് മുഴുവൻ ആദം അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ പ്രവാചകന്മാർ മനുഷ്യന്മാരാണ്. ഒരൊറ്റ ജിന്ന് പ്രവാചകനും ഈ ലോകത്തേക്ക് വന്നിട്ടില്ല. ജിന്നിനെ മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ഏക അത്ഭുതം മഹാനായ സുലൈമാൻ നബിക്ക് മാത്രമാണ്. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയുന്നത്, ഓരോരുത്തർക്കും ഉപാസിച്ച് ജിന്നുകളെ നിയന്ത്രിക്കാൻ കഴിയുകയാണെങ്കിൽ അതെന്താ അത്ഭുതമായിരിക്കുന്നത്? ഖുർആനിൽ പറയുന്നു, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത് മഹാനായ സുലൈമാൻ നബിക്ക് മാത്രമാണ്. അദ്ദേഹത്തിന് കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തിന് പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, പക്ഷികളുടെയും ജന്തുക്കളുടെയും സംസാരം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രമുള്ള ഭവിഷ്യത്താണ്. ജിന്നുകളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തത് വേറെ ലോകത്തൊരാൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ല. നബി അവിടെ ജിന്നുകളുടെ ഇടയിൽ പോയി വാള് പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. നബിയുടെ പ്രസംഗങ്ങൾ ജിന്നുകൾ വന്ന് കേൾക്കുകയാണ്. അപ്പൊ ജിന്നുകൾക്ക് അത് ബാധകമാണ്. അപ്പൊ ജിന്നുകൾക്ക് നമ്മളെ ഉപദ്രവിക്കാതെ നമുക്ക് ലോകത്ത് ജീവിക്കാൻ, നമുക്ക് ജിന്നുകളെ ഉപദ്രവിക്കാതെ ജിന്നുകൾക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ ജിന്നുകൾ വേറെ ലോകത്ത് ജീവിക്കുന്നു, മനുഷ്യർ വേറെ ലോകത്ത് ജീവിക്കുന്നു. അവരുടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ അവർ പാലിക്കുന്നു, പാലിക്കാതിരിക്കുന്നു. നമ്മൾ നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്നു, പാലിക്കാതിരിക്കുന്നു. നമുക്ക് അവരെ ഉപാസിക്കാനോ അവർക്ക് നമ്മളെ ഉപാസിക്കാനോ അങ്ങനെ പ്രത്യേകമായ എന്തെങ്കിലും കഴിവുകൾ നേടിയെടുക്കാനോ ഒന്നും കഴിയില്ല. ഒരു മലക്കിനെ ജിബ്രീലിനെ ഉപാസിച്ച് ജിബ്രീലിനെ നമുക്ക് ആവാഹിച്ചെടുക്കാൻ നമുക്ക് കഴിയുമോ? മീകായിലിനെ ഉപാസിച്ച് 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 ഈ മഴയും കാറ്റും ഒക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമെടുക്കാൻ കഴിയുമോ? നമുക്ക് കഴിവെടുക്കാൻ കഴിയില്ല. അള്ളാഹു തആല അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഇനി അതിന്റെ താഴത്തേക്ക് പിന്നെയുള്ള പ്രവാചകന്മാരാണ്. മനുഷ്യരിൽ അള്ളാഹു തആല ആദരിച്ച പ്രവാചകന്മാർ മാത്രമാണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്.
അത് നുബുവത്താണ്. അതിന്റെ താഴെ നേരത്തെ പറയുന്ന രൂപത്തിലുള്ള സ്വന്തം ആത്മീയ പ്രവൃത്തിയിൽ കൂടി വളർന്ന് ഒരു പ്രത്യേകമായ ആത്മീയമായ അവസ്ഥയിലേക്ക് സാധാരണക്കാരുടെയും പ്രവാചകന്മാരുടെയും ഇടയിലുള്ള ഒരു പ്രത്യേകമായ ആത്മീയ കാറ്റഗറി ഇന്ന് മുസ്ലിം സമൂഹം ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഔലിയാക്കൾ, ഞാൻ നേരത്തെ പലരും സൂചിച്ചു, ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാറ്റഗറി പ്രവാചകന്മാരുടെ താഴെയും സാധാരണക്കാരുടെ മുകളിലും അവർ ഇബാദത്ത് ചെയ്ത് അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ വരം നൽകിയിരിക്കുന്നു, കഴിവ് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു അവർക്ക് പ്രത്യേക കഴിവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് പോയി നമുക്ക് ചോദിക്കാം, അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം, അവരോട് നമുക്ക് ആവശ്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ ഒരു കാറ്റഗറി അല്ലാഹു തആല എവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു? വിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്നു, ആ കാലത്തെ ഔലിയായതാണ്. രണ്ടാമത്തെ നൂറ്റാണ്ടിലെ ഔലിയായതാണ് ഇമാം ഹനീഫ, അബൂ ഹനീഫ, ഷാഫി, ഹംബലി, മാലിക് ഒക്കെ ജീവിച്ചത് ആ കാലഘട്ടത്തിലെ ഔലിയായതാണ്. മൂന്നാം നൂറ്റാണ്ടിലെ ഔലിയായതാണ്. ഇങ്ങനെ ഓരോ അല്ലാഹുവതആല ഓരോ നൂറ്റാണ്ടിലും ഒരു ഔലിയ അയക്കുകയാണ്. അത് ഓരോരുത്തരും കർമ്മം അനുഷ്ഠിച്ച് ഇത് ഹിന്ദുമതത്തിലും ക്രിസ്തുമതത്തിലും സമാനമായ കാഴ്ചപ്പാടാണ്. ക്രിസ്തുമതത്തിലുമുണ്ട് പുണ്യാളന്മാർ, ഹിന്ദുമതത്തിലുമുണ്ട് അവതാരങ്ങൾ. അതേ കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിലും ഈ രൂപത്തിൽ പ്രവാചകന്മാരുടെ താഴെ ആത്മീയമായ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് നമുക്ക് ഔലിയ എന്ന അവരുടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അസാധാരണമായ കഴിവുകൾ അല്ലാഹു നൽകുകയാണ്. അങ്ങനെയാണ് ഔലിയാക്കൾ, ലോകം നിയന്ത്രിക്കുന്ന ഔലിയ ഇപ്പൊ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ലോകം അതിനെപ്പറ്റി വേറെ സൂചിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ എന്താ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് പ്രിയപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം കാറ്റഗറികളൊന്നുമില്ല. നമുക്കുള്ള അല്ലാഹുവും പ്രവാചകനും മലക്കുകളും ജിന്നുകളും മാത്രമാണ്. അല്ലാഹു പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, നിയന്ത്രിക്കുന്നു, എല്ലാ നന്മകളും ചെയ്യുന്നു. പ്രവാചകന്മാർ ഈ ലോകത്ത് വന്ന സർവ്വ നന്മകളിലേക്കും തിന്മകളിലേക്കും വഴി കാണിച്ചു കൊടുക്കുന്നു. മലക്കുകൾ അല്ലാഹുവിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ജിന്നുകൾ അവർ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ അല്ലാഹുവിന്റെ കൽപ്പന ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആത്മീയമായ മഹത്വം നാളെ പരലോകത്തല്ലാതെ ഈ ലോകത്ത് ആർക്കും പറയാൻ കഴിയില്ല. ഇത് സിമ്പിളാണ് ഇസ്ലാം. ഇതിൽ നിന്നും വ്യതിചലിച്ചു പോയാലാണ് ഈ രണ്ട് കാറ്റഗറി നമ്മളെ കടന്നു വരിക. ഇടയ്ക്കുള്ള ഒരു പ്രത്യേകമായ വർഗത്തെ സൃഷ്ടിക്കുകയും ആ വർഗം ആത്മീയമായി ഉയർന്നവരാണ്, അള്ളാഹുവിന്റെ അടുത്തവരാണ്, അള്ളാഹുവിന്റെ വരം കിട്ടിയവരാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ മുഅ്ജിസത്ത് കറാമത്ത് എന്നാണ് അതിന് പേര് പറയുക. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്താണെങ്കിൽ അവർക്ക് കറാമത്ത് കിട്ടിയവരാണ്. മറ്റൊരു വരം എന്ന് പറയുന്ന രൂപത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പുള്ളവരുടെ ചര്യ നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റും. അതേ ചര്യ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെ ചര്യ നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റും. ആ പിൻപറ്റിക്കൊണ്ട് നമ്മളൊരു പുതിയ കാറ്റഗറി സൃഷ്ടിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുന്നത് ഈ പരമമായ സമർപ്പണമാണ്. അല്ലാഹുവിൻ കാണപ്പെടാത്ത അല്ലാഹുവിനുള്ള പരമമായ സമർപ്പണം, ഏകാഗ്രതയ്ക്ക് വേണ്ടി നമുക്കൊരു പ്രതീകം ആവശ്യമില്ല. ദൈവത്തെ സ്വാധീനിക്കാൻ, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പുണ്യാളന്മാരോ വിശുദ്ധന്മാരോ നമുക്ക് ആവശ്യമില്ല. പ്രതീകങ്ങളോ പുണ്യാളന്മാരോ വിശുദ്ധന്മാരോ ഇല്ലാത്ത ശുദ്ധമായ തൗഹീദാണ് ദീനുൽ ഇസ്ലാം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മറുഭാഗത്തുള്ള മതങ്ങളെല്ലാം ഈ രൂപത്തിലാണ്. പ്രത്യേകമായ പദവികൾ നിർവഹിച്ചുകൊണ്ട് താഴത്തേക്ക് വന്ന് കർത്താവിൽ നിന്ന് വിഗ്രഹങ്ങൾ വരെ എത്തുന്ന, ബ്രഹ്മത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ വരെ എത്തുന്ന ഒരു ശ്രേണീബദ്ധമായ വിശ്വാസമാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ അന്തർലീനമായ ഒരു പ്രതീകവുമില്ലാതെ, ഒന്നുമില്ലാതെ ഏകാന്തതയിലും നമുക്ക് പൂർണ്ണമായ ഏകാഗ്രത കിട്ടുന്ന അല്ലാഹുവാണ്. പ്രിയപ്പെട്ട സുഹൃത്ത്, തൗഹീദിന്റെ ആ ശുദ്ധത നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.